ലേറ്റ് എഡീഷനിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അനിൽ വാസുദേവ്. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. വയനാട് മീനങ്ങാടിയിൽ വീണ്ടും കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അരിമുള റോഡിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ജീപ്പുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ്. കാളിദാസ് ഉണ്ട് വയനാട്ടിൽ നിന്ന്. കാളിദാസ്, ഒരു ആശങ്കയുടെ മണിക്കൂറുകൾ എന്ന് തന്നെ പറയാം. രാത്രിയാണ്, അപ്പോൾ ഒന്നുകൂടി ജാഗ്രത പുലർത്തേണ്ട സമയമായിരുന്നു. നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ കടുവയുടെ സാന്നിധ്യം, അതായത് കൃത്യമായി പറഞ്ഞാൽ കടുവയുടെ കാൽപ്പാടുകളടക്കം പല ഭാഗത്തായി ആ മീനങ്ങാടി അരിമുള റോഡിലെ പല പ്രദേശത്തായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിലേക്ക് തന്നെ വനംവകുപ്പ് കടന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച പ്രദേശവാസി കടുവയെ നേരിട്ട് കണ്ടിരുന്നു എന്നുള്ളതും കൂടിയാണ് അവിടുത്തെ പ്രദേശവാസി അടക്കം വനംവകുപ്പിനോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രദേശവാസി പറഞ്ഞതിനനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പകലൊക്കെ വനംവകുപ്പ് അവിടെയൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള തെരച്ചിലുകളൊക്കെ പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോൾ രാത്രിയോടെ 9 മണിയോടെയാണ് വീണ്ടും ആ പ്രദേശത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഇത്തരത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത്. നാട്ടുകാർ ആശങ്കയിലാണ്. നിലവിൽ വനംവകുപ്പ് സ്ഥലത്തെത്തി ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു ജീപ്പുകളിൽ. തുടർന്ന് തിരച്ചിലും പുരോഗമിക്കുന്നു. അനിൽ, വയനാട് മീനങ്ങാടിയിലാണ് കടുവയുടെ സാന്നിധ്യം വീണ്ടും കണ്ടതായി പറയുന്നത്. അവിടെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. അതീവ ജാഗ്രതയിലാണ് നാട്ടുകാർ. വനംവകുപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പരിശോധന തുടരുകയാണ്. എന്തായാലും കടുവയെ കണ്ടെത്തട്ടെ, നാട്ടുകാരുടെ ആശങ്ക മാറ്റട്ടെ എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ പോകുന്നത് വെടിക്കെട്ട് ദുരന്തത്തിന്റെ വാർത്തയിലേക്കാണ്. വെടിക്കെട്ട് ദുരന്തത്തിന്റെ നടുക്കം മാറാതെ നാട്. തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരണസംഖ്യ 14ആയി. വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിഞ്ഞ പട്ടാമ്പി സ്വദേശി പ്രവീണാണ് ഇന്ന് മരിച്ചത്. 9 പേരുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞു. അപകട സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ DNA പരിശോധന പുരോഗമിക്കുകയാണ്. 4 പേരെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതി ലഭിച്ചതായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. നാടിനെ നടുക്കിയ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 9 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. അപകടത്തിൽ പരുക്കേറ്റ് വെന്റിലേറ്ററിൽ കഴിഞ്ഞ പാലക്കാട് പട്ടാമ്പി സ്വദേശി പ്രവീൺ ഉച്ചയോടെയാണ് മരിച്ചത്. ദുരന്ത പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ 32ഓളം ശരീരഭാഗങ്ങളിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ചു. ഇതിനായി രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലെ 7 സംഘം തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. കാണാതായതായി റിപ്പോർട്ട് ചെയ്ത 4 പേരുടെ ബന്ധുക്കളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇൻടാക്റ്റ് ആയിട്ടുള്ള ഡെഡ് ബോഡീസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. അതിൻ്റെ ഉള്ളിൽ 8 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു. ആ 8 പേരെ നമ്മൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒരെണ്ണമാണ് അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ളത്. അതിൻ്റെ DNA സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. 10 പേരാണ് നിലവിൽ പരുക്കേറ്റ് ചികിത്സയിലുള്ളത്. അതിൽ ലൈസൻസി സതീഷ് മുണ്ടത്തിക്കോട് അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് പരിസരത്ത് ബന്ധുക്കളുടെ കാത്തിരിപ്പാണ്. പലരും ആശുപത്രിയിലെത്തി. പ്രിയപ്പെട്ടവരെ കാണാനാകാതെ മടങ്ങുന്നത് നൊമ്പരക്കാഴ്ചയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നലെ മുതൽ തുടങ്ങിയ കാത്തിരിപ്പ് അവസാനത്തിലേക്കെത്തി. ഉറ്റവരുടെ മൃതദേഹങ്ങളുമായി കടുത്ത ഹൃദയവേദനയോടെ പലരും വീടുകളിലേക്ക് മടങ്ങി. കാത്തിരുന്ന പലർക്കുമാകട്ടെ ഉറ്റവരെ കണ്ടെത്താനുമായിട്ടില്ല. ലിഡിയ ജേക്കബ്, 24, തൃശൂർ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കാണ് അന്വേഷണ ചുമതല. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും ധനസഹായം അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. അപകടത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചും ഉത്തരവിറക്കിയിട്ടുണ്ട്. അതിനിടെ പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് നിർമ്മാണ ശാഖലയ്ക്ക് കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകി.
മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഓൺലൈനായി പ്രത്യേക മന്ത്രിസഭാ യോഗം. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കും. അപകടം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 14 ലക്ഷം രൂപ ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് അടിയന്തരമായി 2 ലക്ഷം രൂപ ധനസഹായം. ഇവരുടെ ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കും. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ നിശ്ചയിക്കാനുണ്ടായത്. ഇതൊരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സവിശേഷ ദുരന്തമായി അത് പ്രഖ്യാപിക്കേണ്ടായത്. സ്ഫോടനത്തിൽ പ്രദേശത്തുണ്ടായ നാശനഷ്ടം ഉൾപ്പെടുത്തി സമഗ്ര പാക്കേജ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സ്ഫോടനത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നമ്മളെല്ലാവരും ഞെട്ടലുണ്ടാക്കിയ ഒരു അപകടമാണ്. അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിച്ചാണ് അത് കണ്ടെത്തേണ്ടത്. സുരക്ഷാ വീഴ്ചയാണോ അല്ലെങ്കിൽ ചൂടിന്റെ കാഠിന്യമാണോ? ഒരുപാട് കാരണങ്ങൾ ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റാൻ ശുപാർശ കൊടുക്കുമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷൻ CN രാമചന്ദ്രൻ നായർ 24-നോട് പറഞ്ഞു. ഉദ്യോഗസ്ഥ വീഴ്ചയും അന്വേഷിക്കും. അപകടത്തിന്റെ വ്യാപ്തി കൂടാൻ കാരണം വെടിമരുന്നിന്റെ ഉപയോഗം കൂടുതലാണ്. ഒരുപക്ഷെ വെടിക്കെട്ടിന്റെ പാറ്റേൺ തന്നെ മാറ്റാൻ സാധിക്കുമായിരിക്കും. അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് ശുപാർശ ചെയ്യും. ഇപ്പോൾ തൃശ്ശൂരുണ്ടാകരുതെന്ന് മാത്രമല്ല, കേരളത്തിൽ എങ്ങും ഉണ്ടാകരുത്. അപകടത്തിൽ വീഴ്ച സംഭവിച്ചോ എന്ന് അന്വേഷിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. അപകടം അന്വേഷിക്കാൻ പോലീസ് SIT രൂപീകരിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPക്കാണ് ചുമതല. ദുരന്തത്തിന് പിന്നാലെ പാലക്കാട് മുതലമടയിലെ പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് നിർമ്മാണശാലയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. അമിത അളവിൽ പടക്കം നിർമ്മിച്ചതിന് ലൈസൻസിക്കെതിരെ കേസെടുത്തു. നാടിനെ നടുക്കിയ ദുരന്തത്തിനിരയായവരെ ചേർത്ത് പിടിക്കുകയാണ് കേരളം. ഇനി ഇങ്ങനെ ഒരു കണ്ണീർക്കാലം കൂടി ഉണ്ടാവരുതെന്ന ജാഗ്രതയോടെ. തൃശൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നും തനേഷ് തമ്പി, 24. തൃശൂർ പൂരത്തിനായി ഇത്തവണ വെടിക്കെട്ടുണ്ടാകില്ല. ഇക്കാര്യത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ധാരണയായി. വെടിക്കെട്ടില്ലാതെ പൂരം നടത്തണമെന്ന നിലപാടിലാണ് പാറമേക്കാവ് ദേവസ്വം. പ്രൗഢി കുറയ്ക്കാതെ പൂരാഘോഷം നടത്തണമെന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ തീരുമാനം. നാളെ തിരുവനന്തപുരത്ത് ചേരുന്ന ഉന്നതതല യോഗത്തിൽ ഇരു ദേവസ്വങ്ങളും തീരുമാനമറിയിക്കും. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇരു ദേവസ്വങ്ങളും ഇന്ന് യോഗം ചേർന്നത്. വെടിക്കെട്ട് ഒഴിവാക്കാം, പക്ഷേ പൂരത്തിന്റെ മറ്റു ചടങ്ങുകൾ മുറ പോലെ നടത്തണമെന്നാണ് പാറമേക്കാവിന്റെ നിലപാട്. പൊതുവികാരം എന്താണ്? 2006 വെടിക്കെട്ട് അപകടം പാറമേക്കാവിൻ്റെ പ്രമിസസിൽ നടന്നു. എന്നിട്ട് പോലും പൂരവും കുടമാറ്റവും എല്ലാം ഭംഗിയായിട്ട് നടന്നു. വെടിക്കെട്ട് മാത്രം 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളൊരു പൊതുവികാരമാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ വന്നത്. തങ്ങളുടെ വെടിക്കെട്ടുപുരയിൽ ദുരന്തമുണ്ടായതിൽ അതീവ ദുഃഖമുണ്ടെന്നും 24 വരെ ദുഃഖാചരണം നടത്തുമെന്നും തിരുവമ്പാടി ദേവസ്വം അധികൃതർ പറഞ്ഞു. എങ്കിലും വെടിക്കെട്ട് ഒഴിവാക്കി പ്രൗഢിയോടെ പൂരം നടത്തുമെന്ന് തന്നെയാണ് തിരുവമ്പാടിക്കാരുടെയും നിലപാട്. നമ്മൾ 24-ാം തീയതി വരെ ദുഃഖാചരണം നടത്തുക. ആ സമയത്ത് നമ്മുടെ ലൈറ്റുകളോ മറ്റുള്ള ആഘോഷങ്ങളോ ഒന്നും ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല. 25-ാം തീയതി 26-ഉം 27-ഉം പൂരാഘോഷം വളരെ ഭംഗിയായി കാര്യങ്ങളെല്ലാം നടത്തും എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ചമയപ്രദർശനമടക്കമുള്ള ആഘോഷങ്ങൾ ഒരു ദിവസം മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. വെടിക്കെട്ട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഒപ്പമാണെന്നും തിരുവമ്പാടി വിഭാഗം. നമ്മൾ 2 ദിവസമാണ് ചമയ പ്രദർശനം നടത്താറ്. 24-ഉം 25-ഉമാണ് നടത്താറ്. അത് നമ്മൾ 25-ാം തീയതി മാത്രമാക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിലും വിഷമമുണ്ട്. കാര്യങ്ങളെല്ലാം എന്താ പറയുക, ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വളരെയധികം പ്രയത്നിക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കണമെന്നാണ് ആഗ്രഹം. തീരുമാനങ്ങൾ ഇരു ദേവസ്വങ്ങളും നാളെ തിരുവനന്തപുരത്ത് ചേരുന്ന ഉന്നതതല യോഗത്തിൽ അറിയിക്കും. 24 തൃശൂർ. നമ്മൾ ഇനി പോകുന്നത് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. വങ്കനാട്ടിലും തമിഴ്നാട്ടിലും നാളെ വോട്ടെടുപ്പ്. വാശിയേറിയ പ്രചാരണത്തിന് പിന്നാലെ തമിഴ്നാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക്. TVK അധ്യക്ഷൻ വിജയ് കൂടി മത്സരരംഗത്തെത്തിയതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇക്കുറി തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത്. നിശബ്ദ പ്രചാരണ ദിനത്തിൽ വോട്ടിന് നോട്ട് വിവാദമാണ് പ്രധാന ചർച്ച. ചെന്നൈ മൈലാപ്പൂരിലെ DMK സ്ഥാനാർത്ഥിയുടെ സഹായിയുടെ വീട്ടിൽ നിന്നും 2 കോടി രൂപ പിടികൂടി. വോട്ടിന് പണം കിട്ടിയില്ലെന്ന് ആരോപിച്ച് പാളയംകോട്ട DMK സ്ഥാനാർത്ഥിയുടെ വീട്ടിലേക്ക് സ്ത്രീകൾ മാർച്ച് നടത്തി. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇക്കുറി തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത്. ഭരണ തുടർച്ചയെന്ന വലിയ നേട്ടത്തിലേക്ക് എത്താനുള്ള തീവ്ര ശ്രമമാണ് DMK സഖ്യം നടത്തുന്നത്.
ഭരണം തിരിച്ചുപിടിക്കാൻ അണ്ണാ-DMK നേതൃത്വം നൽകുന്ന NDA സഖ്യം സജീവമായി രംഗത്തുണ്ട്. വിജയുടെ തമിഴക വെട്രിക്കഴകം പിടിക്കുന്ന വോട്ടുകളാണ് ഇത്തവണ നിർണായകമാവുക. വിജയുടെ റോഡ് ഷോകളിലെ ജനപങ്കാളിത്തം വോട്ടായി മാറിയാൽ തമിഴ്നാട്ടിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ചെന്നൈ കൊളത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത്. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്ക് മണ്ഡലത്തിൽ മത്സരിക്കുന്നു. പ്രതിപക്ഷ നേതാവും അണ്ണാ-DMK ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി K പളനിസ്വാമി എടപ്പാടിയിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്നു. 2 മണ്ഡലങ്ങളിലാണ് TVK അധ്യക്ഷൻ വിജയ് മത്സരിക്കുന്നത്. ചെന്നൈയിലെ പെരമ്പൂരും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും. BJP നേതാവും മുൻ ഗവർണറുമായ തമിഴിസൈ സൗന്ദരരാജൻ ചെന്നൈ മൈലാപ്പൂരിൽ മത്സരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി O പന്നീർസെൽവം DMK ടിക്കറ്റിൽ ബോഡി നായ്ക്കന്നൂരിൽ നിന്നും ജനവിധി തേടുന്നു. നിശബ്ദ പ്രചാരണ ദിനത്തിൽ വോട്ടിന് നോട്ട് ആരോപണം സജീവമാണ്. മൈലാപ്പൂരിലെ DMK സ്ഥാനാർത്ഥി D വേലുവിന്റെ സഹായി സത്യമൂർത്തിയുടെ വീട്ടിൽ നിന്നും ഫ്ലൈയിംഗ് സ്ക്വാഡ് പിടിച്ചെടുത്തത് 2 കോടി രൂപയാണ്. കഴിഞ്ഞ ദിവസം പെരമ്പലൂരിലെ DMK നേതാവിന്റെ കാറിൽ നിന്നും 2,44 ലക്ഷം രൂപയും പിടികൂടിയിരുന്നു. വോട്ടിന് പണം നൽകിയില്ലെന്നാരോപിച്ച് പാളയംകോട്ടയിലെ DMK സ്ഥാനാർത്ഥി അബ്ദുൽ വഹാബിന്റെ വീട്ടിലേക്ക് സ്ത്രീകൾ മാർച്ച് നടത്തി. 234 മണ്ഡലങ്ങളിലായി 4834 സ്ഥാനാർത്ഥികളാണ് തമിഴ്നാട്ടിൽ മത്സരരംഗത്തുള്ളത്. 38 ജില്ലകളിലായി 5.73 കോടി വോട്ടേഴ്സ്. 75,032 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പോളിംഗ് ദിനത്തിലെ സുരക്ഷയ്ക്കായി 300 കമ്പനി സെൻട്രൽ ഫോഴ്സിനെ വിന്യസിച്ചു. 83,875 പോലീസുകാരാണ് സേവനത്തിലുണ്ടാവുക. 24 ചെന്നൈ. പശ്ചിമബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ ശക്തമായ നിയന്ത്രണങ്ങളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടിയന്തര സാഹചര്യങ്ങളിലൊഴികെ രാത്രികാലങ്ങളിൽ ബൈക്ക് യാത്ര നിരോധിച്ചു. പിറകിൽ യാത്ര ചെയ്യുന്നതിനും പകൽ സമയം വിലക്കുണ്ട്. പ്രശ്നക്കാരെ കരുതൽ തടങ്കിൽ വെക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിൽ ഹൈക്കോടതി വിശദീകരണം തേടി. 2.5 ലക്ഷത്തിലധികം കേന്ദ്രസേനാ അംഗങ്ങളെ വിന്യസിച്ച് കനത്ത സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതോടൊപ്പമാണ് മദ്യത്തിനും ബൈക്കിനും നിയന്ത്രണം വന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം എക്സൈസ് വകുപ്പ് 96 മണിക്കൂർ മദ്യനിരോധനം നടപ്പാക്കി. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് മുതൽ രാത്രികാലങ്ങളിൽ ബൈക്ക് യാത്ര നിരോധിച്ചു. ബൈക്കിന് പുറകിലിരുന്ന് സഞ്ചരിക്കുന്നതിന് പകലും നിയന്ത്രണമുണ്ട്. ബൈക്ക് റാലികൾ പൂർണ്ണമായി നിരോധിച്ചു. മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള സുരക്ഷാ വിന്യാസങ്ങളെ തൃണമൂൽ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നു. പ്രശ്നക്കാരുടെ പട്ടിക തയ്യാറാക്കി കരുതൽ തടങ്കലിൽ വെക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കത്തെ ഇന്ന് ഹൈക്കോടതിയും ചോദ്യം ചെയ്തു. പാർട്ടി പ്രവർത്തകരെ തടങ്കിലാക്കാനുള്ള നീക്കമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു. 152 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. നന്ദിഗ്രാം അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ നാളെ ജനവിധി എഴുതും. കൊൽക്കത്തയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ചുട്ടുപൊള്ളി കേരളം. പാലക്കാട് ഇന്ന് രേഖപ്പെടുത്തിയത് ഈ വർഷത്തെ റെക്കോർഡ് ചൂടാണ്. വൈദ്യുതി ഉപഭോഗവും ഉയർന്ന തോതിൽ തുടരുകയാണ്. ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില 38 മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഒപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചെങ്കിലും സംസ്ഥാനത്തും ചൂട് ശമനമില്ലാതെ തുടരുകയാണ്. താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കെ പാലക്കാട് ഇന്ന് രേഖപ്പെടുത്തിയത് 41.1 ഡിഗ്രി സെൽഷ്യസ്. സാധാരണ അനുഭവപ്പെടാറുള്ള താപനിലയേക്കാൾ 4.1 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണിത്. പാലക്കാട് ഈ വർഷത്തെ റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തിയതിനു പിന്നാലെ പുനലൂരിൽ 39.8 ഡിഗ്രി സെൽഷ്യസും വെള്ളാണിക്കരയിൽ 39.3 ഡിഗ്രി സെൽഷ്യസും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ഉയർന്ന താപനില വെള്ളിയാഴ്ച വരെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കൂടാതെ ഇടുക്കിയും വയനാടും ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നു. ചൂട് കൂടുന്നതിനൊപ്പം സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും കുതിച്ചുയരുകയാണ്. ഇന്നലെ സംസ്ഥാനത്തിന്റെ മൊത്തം വൈദ്യുതി ആവശ്യകത 110.49 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. കൂടാതെ ഇന്നലെ വൈകിട്ടത്തെ വൈദ്യുതി ഉപഭോഗം 5728 മെഗാവാട്ടും എത്തിയതോടെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂപപ്പെട്ടേക്കാമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഉയർന്ന താപനിലയ്ക്കൊപ്പം അൾട്രാ വയലറ്റ് ഇൻഡെക്സും ഉയർന്ന തോതിൽ നിലനിൽക്കുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 24 തിരുവനന്തപുരം. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹ വിവാദത്തിൽ പട്ടികവർഗ കമ്മീഷനിലെ ഹിയറിംഗ് പൂർത്തിയായി. മധ്യപ്രദേശ് പോലീസിന്റെയും കേരള പോലീസിന്റെയും നടപടികളിൽ കമ്മീഷൻ അതൃപ്തി രേഖപ്പെടുത്തി. കുറ്റാരോപിതനായ ഫർമാനെതിരെ പോക്സോ, പട്ടികവർഗ അതിക്രമ
നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചെന്ന് പരാതിക്കാരൻ പ്രഥം ദൂബെ പറഞ്ഞു. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹ വിവാദത്തിൽ കേരള DGPയുടെ പ്രതിനിധിയായി തിരുവനന്തപുരം റേഞ്ച് DIG ഹിമേന്ദ്രനാഥ് IPS പട്ടികവർഗ കമ്മീഷന് മുന്നിൽ ഹാജരായി. കേരള പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അദ്ദേഹം കമ്മീഷനെ അറിയിച്ചു. കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെയോ റിപ്പോർട്ടുകളുടെയോ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് കേരളം വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് പരാതിക്കാരൻ പ്രഥം ദൂബെ പറയുന്നു. കമ്മീഷൻ ഹാസ് criticized the DGP of Kerala and Madhya Pradesh. When Commission has asked the question to the DGP after emerging the new fact in the case, why you have not arrested the Farman Khan? So they have stated that we are into the investigation and we don't have any official information regarding the age of the girl. പോക്സോ പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ കമ്മീഷൻ മധ്യപ്രദേശ് പോലീസിനോട് നിർദ്ദേശിച്ചെന്ന് പരാതിക്കാരൻ പ്രഥം ദൂബെ പറഞ്ഞു. ഫർമാന്റെ അറസ്റ്റിലേക്ക് നീങ്ങാനാണ് മധ്യപ്രദേശ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം തന്നെയും മകളെയും ഫർമാൻ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് വൈറൽ താരത്തിന്റെ പിതാവ് പറയുന്നത്. उन लोगों ने आके तो मेरे को फिल्म का झांसा दिया कि फिल्म बना रहे हैं. उन्होंने बुलाया मेरे को पहले वहाँ पे. കുട്ടിയെ ഉടൻ തിരിച്ചു കിട്ടണമെന്ന് അമ്മയും അച്ഛനും അപേക്ഷിച്ചു. 24 ഡൽഹി. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണവുമായി IRGC 3 കപ്പലുകളാണ് 24 മണിക്കൂറിനോടെ ആക്രമിക്കപ്പെട്ടത്. ഇതിൽ 2 കപ്പലുകൾ IRGC പിടിച്ചെടുത്ത ഇറാൻ തീരത്തേക്ക് മാറ്റി. ഇറാനുമായുള്ള വെടിനിർത്തൽ കാലാവധി അമേരിക്ക നീട്ടിയ സാഹചര്യത്തിൽ മധ്യസ്ഥ ശ്രമം തുടരുകയാണ് പാകിസ്ഥാൻ. വെടിനിർത്തൽ സമയപരിധി നീട്ടുകയാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഹോർമുസിൽ നിലപാട് കടുപ്പിക്കുകയാണ് ഇറാൻ. 24 മണിക്കൂറിനിടെ 3 കണ്ടെയ്നർ കപ്പലുകൾക്ക് നേരെ IRGC ആക്രമണം നടത്തി. പനാമ പതാക വഹിച്ച MSC ഫ്രാൻസിസ്ക, യൂഫോറിയ, ലൈബീരിയൻ പതാക വഹിച്ച എബാമിനോണ്ടാസ് എന്നീ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ തീരത്ത് നിന്ന് 6 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ആക്രമണം നടന്നത്. പിന്നാലെ യൂഫോറിയ ഒഴികെയുള്ള കപ്പലുകൾ IRGC പിടിച്ചെടുത്ത ഇറാൻ തീരത്തേക്ക് മാറ്റി. അതിനിടെ മധ്യസ്ഥ ശ്രമവുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോവുകയാണ്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പാകിസ്ഥാനിലെ ഇറാനിയൻ അംബാസിഡറുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വെടിനിർത്തൽ സമയപരിധി നീട്ടിയെങ്കിലും ഇറാനെതിരെയുള്ള നാവിക ഉപരോധം തുടരുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. എന്നാൽ വെടിനിർത്തൽ നീട്ടിയത് ഇറാനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്താനുള്ള അമേരിക്കൻ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഗാലിബഫ് ആരോപിച്ചു. അതേസമയം ആക്രമണമുണ്ടായാൽ പ്രതിരോധിക്കാൻ രാജ്യത്തിന്റെ സായുധ സേന സജ്ജമാണെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇതോടുകൂടി ലേറ്റ് എഡിഷൻ ഇവിടെ സമാപിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.